ഞാൻ ഡോക്ടർ ജെസ്സി തോമസ്, കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ, ലിസി ഹോസ്പിറ്റൽ. ഈ അടുത്ത് ഒരു ചെറിയ കുട്ടിയെ 15 മാസം പ്രായവും 7.5 കിലോ തൂക്കവുമുള്ള ഒരു കുട്ടിയെ കടുത്ത ശ്വാസമുട്ടലോടുകൂടി നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയുണ്ടായി. അഡ്മിഷൻ സമയത്ത് കുട്ടിയുടെ അവസ്ഥ വളരെ ഗുരുതരമാകയാൽ കുട്ടിയെ ഉടൻ വെന്റിലേറ്ററിൽ ഇടേണ്ടി വന്നു. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് 3 ദിവസം മുമ്പ് കുട്ടിക്ക് ബദാം നൽകിയതായി അറിഞ്ഞത്. ഈ ബദാം ലങ്സിൽ കയറിയതാകാം അഥവാ ഫോറിൻ ബോഡി ആസ്പിരേഷൻ സംശയിച്ച് പൾമണോളജി കൺസൾട്ടേഷൻ നടത്തുകയും അവർ അനസ്തീഷ്യയുടെ സഹായത്തോടു കൂടി ബ്രോങ്കോസ്കോപ്പി ചെയ്ത് ബദാം പീസുകൾ ലങ്സിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എടുക്കുകയുമുണ്ടായി. ഫോറിൻ ബോഡി ആസ്പിരേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അന്യവസ്തുക്കൾ ശ്വാസനാളിയിലോ ശ്വാസകോശത്തിലോ എത്തുന്നതാണ്. സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ലങ്സിലേക്ക് എത്താതിരിക്കാൻ പ്രത്യേക രക്ഷാമാർഗങ്ങളുണ്ട്. എന്നാൽ കുട്ടികളിൽ ഇത് വർക്ക് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ കളിക്കുകയോ ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്താൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ലങ്സിലേക്ക് എത്താം. സാധാരണയായി നട്ട്സ് ആൻഡ് സീഡ്സ്, കശുവണ്ടി, കപ്പലണ്ടി, കടല, ബദാം എന്നിവയാണ് ലങ്സിലേക്ക് എത്താൻ കൂടുതൽ സാധ്യതയുള്ളവ. കളിപ്പാട്ടങ്ങളുടെ ടോയ്സിൻ്റെ ചെറിയ പീസ്, കോയിൻസ്, മാഗ്നറ്റ്, പിൻ എന്നിവയും ലങ്സിലെത്താനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ചെറിയ കുട്ടികളാണെങ്കിൽ കിടത്തി ഒരിക്കലും ഭക്ഷണം കൊടുക്കേണ്ടതല്ല. അവരെ ഇരുത്തിയോ തല പൊന്തിച്ചോ വേണം ഭക്ഷണം കൊടുക്കാനായിട്ട്. നട്ട്സുകൾ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ കൊടുക്കുകയാണെങ്കിൽ അവ പൊടിച്ചോ പേസ്റ്റ് രൂപത്തിലാക്കിയോ കൊടുക്കുക. ഇളകിപ്പോകുന്ന ചെറിയ പാർട്സുള്ള ടോയ്സ് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. അപകടകാരികളായ വസ്തുക്കൾ കുട്ടിക്ക് കയ്യെത്തും ദൂരത്ത് സൂക്ഷിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള അന്യവസ്തുക്കൾ ലങ്സിലെത്തിയാൽ, ശ്വാസനാളിയിലോ ശ്വാസകോശത്തിലോ എത്തിയാൽ, വലിയ വസ്തുക്കളാണെങ്കിൽ ഉടൻ തന്നെ കുട്ടിക്ക് ശ്വാസം മുട്ട്, തുടർച്ചയായുള്ള ചുമ, ശരീരം നീല കളറിലാവുക. അതുപോലെ തന്നെ വലിയ കുട്ടികളാണെങ്കിൽ 2 കൈയും കഴുത്തിൽ പിടിച്ച് ശ്വാസം കിട്ടാത്ത വിധത്തിൽ വെപ്രാളം കാണിക്കുക, കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരിക എന്നിവ കാണിക്കാറുണ്ട്. ചെറിയ വസ്തുക്കളാണെങ്കിൽ അവ ലങ്സിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്ന് പിന്നീട് കടുത്ത പനിയും ചുമയും ന്യൂമോണിയയുമായാണ് പ്രസൻറ്റ് ചെയ്യാറുള്ളത്. ഇങ്ങനെ അപകടം സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതാണ് ആദ്യമേ ചെയ്യേണ്ടത്. കുട്ടി ബോധവാനാണ് എങ്കിൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ നമ്മുടെ കൈത്തണ്ടയിൽ കമഴ്ത്തിക്കിടത്തി കുട്ടിയുടെ തല ശരീരത്തിനേക്കാളും താഴ്ന്ന നിലയിലായിരിക്കണം. നമ്മുടെ കൈപ്പത്തി ഉപയോഗിച്ച് കുട്ടിയുടെ 2 തോളലിനും ഇടയ്ക്ക് 5 പ്രാവശ്യം ശക്തിയായി അടിക്കുക. അതിനുശേഷം കുട്ടിയെ കൈത്തണ്ടയിൽ മലർത്തിക്കിടത്തി കുട്ടിയുടെ നിപ്പിളിന് 2 നിപ്പിളിനും ഇടയ്ക്ക് നമ്മുടെ 2 കൈവിരലുകൾ വെച്ച് 5 പ്രാവശ്യം അമർത്തുക. ഈ പ്രവൃത്തി ഫോറിൻ ബോഡി പുറത്തു വരുന്നത് വരെയോ കുട്ടി ബോധരഹിതനാകുന്നത് വരെയോ തുടരേണ്ടതാണ്. വലിയ കുട്ടികളാണെങ്കിൽ നമ്മൾ കുട്ടിയുടെ പുറകിൽ നിന്ന് നമ്മുടെ മുഷ്ടി വെച്ച് കുട്ടിയുടെ നെഞ്ചിനും നാഭിക്കും ഇടയിൽ തുടർച്ചയായി അമർത്തേണ്ടതാണ്. ഇത് ഫോറിൻ ബോഡി പുറത്തേക്ക് വരാനായി സഹായിക്കും. ചുമക്കുന്ന കുട്ടിയാണെങ്കിൽ കുട്ടിയോട് ചുമ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയുക. കുട്ടി ബോധരഹിതനാണെങ്കിൽ ഉടൻ തന്നെ നിലത്ത് കിടത്തി CPR, കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ നൽകേണ്ടതാണ്. അത്യന്തം ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഈ ഫോറിൻ ബോഡി ആസ്പിരേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ശ്രദ്ധയും മുൻകരുതലുകളും കുട്ടിയുടെ മാതാപിതാക്കളും രക്ഷിതാക്കളും എടുക്കേണ്ടതാണ്. മാതാപിതാക്കൾക്ക് ഫസ്റ്റ് എയ്ഡിൽ പരിശീലനം നേടുന്നതും നല്ലതായിരിക്കും. താങ്ക് യു.